മഴ അടിപൊളി മഴയാട്ട്. ടാങ്കൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. നോക്കിയേ, മീനൊന്നും കാണുന്നില്ല. മീനിനും ഒരു പ്രശ്നങ്ങളുണ്ട്. അതായത് തണുത്ത് വിറയ്ക്കും മീൻ. പിന്നെ അടിയിൽ പോയിട്ട് അതിട്ടുങ്ങൾ അവരുടേതായ ഒരു ടെക്നിക്കലി ആയിട്ട് ആ തണുപ്പിനെ അതിജീവിക്കും. പിന്നെ പെട്ടെന്ന് പൊരുത്തപ്പെടും അവർ വെള്ളമായിട്ട്. ഞാൻ ഇന്നലെ 2 മീനിനെ അതിനകത്ത് കൊണ്ടിട്ടിരുന്നു. ഈ പായൽ കഴിക്കാൻ വേണ്ടിയിട്ട് 2 കാർപ്പിനാണ്. ഇതിനകത്തുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാത്തവർ ചാനൽ കയറി കണ്ടു നോക്കുക. പിന്നെ അടുത്ത ടാങ്കാണ് കേട്ടോ. ഇതിനകത്ത് നല്ല നല്ല ഉശിര സാധനങ്ങളുണ്ട്. ഞാനത് വഴിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അടിപൊളി സാധനമുണ്ട്. അങ്ങനത്തെ ടാങ്ക് ഈ സൈഡിൽ കൂടി ചെടി വെച്ച് അങ്ങനത്തെ ഉണ്ടോ. പിന്നെ ഞാൻ ഇത് പുതിയതായിട്ടൊന്ന് റെഡിയാക്കി കൊണ്ടുവരാണ്. ഈ പ്ലാന്റ് കംപ്ലീറ്റ് മുകളിലേക്ക് പൊന്തിക്കിടന്ന് നിറയുന്നൊരു സാധനം. ഇത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഇതിനെ പറ്റി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷെ ഇതൊന്നല്ല സംഭവം. ഈ മഴയത്ത് ഒരു സംഭവം നടന്നിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലാവാട്ടോ. നമ്മളെ പിന്നെ വിയറ്റ്നാം എയർലി. ഇതൊക്കെ മഴ പെയ്തിട്ട് ചരിഞ്ഞ് കിടക്കുക. 2 വർഷമായി വെച്ചിട്ട്. പക്ഷേ നമ്മളെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് വളരില്ല. വളരാൻ കുറച്ച് പ്രയാസം. എല്ലാ സാധനങ്ങളും ഞാൻ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളർച്ച മരടിപ്പ് ഭയങ്കര. ഇത് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മരം മുറിഞ്ഞങ്ങോട്ട് വീണു. അത് നമ്മളെ വഴിയുണ്ടല്ലോ, അതങ്ങോട്ട് ബ്ലോക്കായി. റോഡില്ല, ഈ വഴിയായിട്ട് ബ്ലോക്കായി അല്ലേ. അണ്ടർഗ്രൗണ്ട് പോലെ. ഇനി ഇത് വെട്ടി നല്ലൊരു 1500 രൂപേൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും വെട്ടാൻ. പിന്നെ അത് ഫ്രീ ആയിട്ട് മരം കൊടുക്കാനെ കൊണ്ട് അവരെടുത്ത് കൊണ്ടുപോകണ്ട. ഇതൊക്കെയാ കാര്യങ്ങൾ. വരമ്പ് ഇടിഞ്ഞു പോയി. അടുത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിശ്ചയമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താലേ അടുത്ത വീഡിയോ കാണൂ. അടുത്ത ഉശിരം വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.